എല്ലാവർക്കും നമസ്കാരം. വോയിസ് ഓഫ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ US ട്രിപ്പുകളെല്ലാം കഴിഞ്ഞു, US എല്ലാം കറങ്ങി. പക്ഷേ US തന്നെയാണ്, US ഭാഗമായിട്ടുള്ള ഹവായ് ദ്വീപിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഏകദേശം 3200 കിലോമീറ്റർ ദൂരമുണ്ട് US നിന്ന് ഞങ്ങളിവിടെ എത്തിയത്, ഹവായിലേക്ക് എത്തിയത്. 5 ദിവസം സീലായിരുന്നു, നല്ല റഫ് സീ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു കാലാവസ്ഥയിലെത്തി. നല്ല കാലാവസ്ഥ, ട്രോപ്പിക്കൽ കാലാവസ്ഥ. നിങ്ങൾക്കറിയാം, ഹവായി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പക്ക ട്രോപ്പിക്കൽ പ്ലേസ് ആണ്. പക്ഷേ ഇത്രയും സിറ്റിയോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ, കാറുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതൊരു മെയിൻ സ്ട്രീറ്റിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീച്ചിൽ പോകണമെന്നുണ്ട്. അപ്പം അങ്ങോട്ടാണ് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടെ ഫ്രണ്ട്സും ഉണ്ട്. എല്ലാവരുടെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നുള്ള ഉദ്ദേശം. പിന്നെ അറിയത്തില്ല വേറെ എന്തെങ്കിലും കാണാൻ പോകാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ, അതുപോലെ തന്നെ ചെറിയ മാർക്കറ്റുകൾ, സംഭവങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന മാർക്കറ്റ്. അപ്പം അതുകൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ നടന്ന് ഇങ്ങേ അറ്റത്തെത്തി. നമ്മുടെ ഷിപ്പ് വേണ്ട കിടക്കുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തി. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ബീച്ചാണ് നമ്മുടെ ഇവിടെ സിറ്റിയുടെ അടുത്തുള്ളത്. ഇതാണ് ഇപ്പം ശരിക്കും ഇവിടെ പെബിൾസ് കൊണ്ട് നിറഞ്ഞേക്കുവാണ്. ചെറിയ ഉരുളൻ കല്ലുകൾ കൊണ്ട് നിറഞ്ഞേക്കുന്ന ബീച്ചാണ് ഇവിടെ ഉള്ളത്. കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ചെറിയ സാൻഡി ബീച്ചുണ്ട്. ഇതുണ്ട്, ഉരുളൻ കല്ലാണ് കേട്ടോ. ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളി സാധനമാണ്. ഇഷ്ടം പോലെ. ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പുള്ളി ചെറിയ ചൂണ്ടയോ പരിപാടികളോ എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബീച്ചിൻ്റെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. ഇതാണ്ട് ഇവിടുത്തെ ബീച്ച് ഇങ്ങനെയാണ്. ഇപ്പം പ്രത്യേകിച്ചും നമ്മുടെ കൂടെ ഒരു സുഹൃത്തുണ്ട്, സാറ ഫ്രം സ്ലൊവേനിയ. ഹലോ, നമസ്കാരം. ഇന്ത്യൻ ഫുഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് ബീച്ചിൽ പോകാമെന്നുള്ള ഉദ്ദേശം പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും പ്രതീക്ഷയെല്ലാം വന്നു. ശരിക്കും ഈ അവസ്ഥയായതുകൊണ്ട് അവരൊന്ന് സ്വിം ചെയ്യാമെന്നൊക്കെ ഉദ്ദേശിച്ച് വന്നതാണ്. അപ്പം എന്തായാലും ഹവായിലെ കാഴ്ചകൾ നമ്മളെ എന്തായാലും ഒരു ചെറിയൊരു ഇത് തോന്നിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനോഹരമായിട്ടുള്ള ബീച്ചും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. ശരിക്കും നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ ആയിരിക്കും. ചിലപ്പോൾ ഇനി കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളി ബീച്ചുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ട് അത്യാവശ്യം. എൻ്റെ ചെരുപ്പ് വേണ്ട വരുന്നുണ്ട് എൻ്റെ അടുത്ത്. ചെരുപ്പ് ഇപ്പോൾ വെള്ളത്തിൽ പോയാണ്. ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഏരിയ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. എന്തായാലും വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. എങ്കിൽ ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ബർഗർ കിങ്ങിൽ കയറി കോഫി ഓർഡർ ചെയ്തു. ഞാൻ ഐസ് കോഫി മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ കേട്ടോ. ഇവർ കഴിക്കാനൊക്കെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി കോഫിയൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിട്ട്. പക്ഷേ ഇന്നിപ്പം നമ്മളൊന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല. അടുത്ത ദിവസങ്ങളുണ്ട്, നല്ല സ്ഥലങ്ങളുണ്ട്. എന്തായാലും ഞാൻ മൊത്തത്തിൽ ഹവായിലെ എല്ലാ വീഡിയോയും കൂടെ കൂട്ടി ഒന്നായിട്ടിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളും ഇതിൽ ആഡ് ചെയ്യാം. It's good coffee. Okay. Sarah, you want? Taking video. Don't take me while I'm eating. Oh my god. What is that? No, you can't have it. Don't make me famous. Okay.